ബിന്ദു 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 ആഹാ ഇവിടെ വന്ന് കിടക്കുക. ഇതെന്തു പറ്റി ഈ നേരത്തൊരു കിടപ്പ്? നിനക്കെന്തു പറ്റി? പനിയാ? ഇതുവരെ ചായ കിട്ടിയില്ല. പിണക്കത്തില്ല? എടി സുഖമില്ലെങ്കിൽ അത് പറ. ഇന്നലെ രാത്രി നീ ഭക്ഷണം ഉണ്ടാക്കാതെ കിടന്നപ്പോ ആയിക്കോട്ടെ നീ വിചാരിച്ചു. എന്നും അങ്ങനെ പറ്റുമോ? എനിക്ക് ഓഫീസിൽ പോണം. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം. അതെ വേണം. പിന്നെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഇറങ്ങാൻ ഇപ്പൊ സമയാവും. അതെ, നിങ്ങൾക്ക് പോണം. നിങ്ങൾക്ക് സമയായി. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. എപ്പോഴായാലും ഇത് തന്നെയല്ലേ നോക്കാറ്? ഇത്ര നാളും ഞാനൊരു മാടിനെ പോലെ അവിടെ ജീവിച്ചത്. നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ വേണ്ടത് നേരത്തെ കാര്യങ്ങൾ അടുപ്പിച്ചു തരുന്ന ഒരു ബാല്യക്കാരിയെ. എന്റെ സ്ഥാനം അതിനേക്കാൾ താഴെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ എന്റെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്തത്, ആര് മരിച്ചാലും ഒരു കുഴപ്പമില്ലാത്തത്. രാവിലെ മുതൽ അന്തിയാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളവും ഇല്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു. ബിന്ദു, ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇനി മുതൽ എന്റെ കൈകൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. ബിന്ദു, നിനക്കെന്താ സമനില തെറ്റിയോ? അങ്ങനെ കരുതിയാലും വേണ്ടില്ല. സർക്കാർ സർവീസിലുണ്ടല്ലോ വോളണ്ടറി റിട്ടയർമെന്റ്. 50 വയസ്സ് കഴിഞ്ഞ VRS എടുത്ത് നിങ്ങൾ വീട്ടിലിരിക്കുന്നല്ലേ പറയാറ്. ഇതുവരെ ഈ വീട്ടിൽ ഞാൻ എടുത്തു കൂട്ടിയ ജോലികളിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ റിട്ടയർ ചെയ്തു. ബിന്ദു, നീ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാഷയിലെ റിട്ടയർമെന്റ്. ഒരു കൂരയുടെ താഴെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കണതിൽ ഒരു കാര്യമില്ല.